അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചറിയുമ്പോ അവരുടെ വസ്തുവിദ്യയെ കുറച്ചെടുത്ത് മാറ്റിവെച്ചു. കാരണം എന്താ, അവരുടെ വിശ്വാസത്തിന് പൂർണ്ണതയിൽ ഇത് മുഴുവൻ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന സംഭവവികാസങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ദരിദ്രരായി തീർക്കും. ഇവിടെ മറ്റുള്ളവരെ അവിടെ മണ്ടന്മാരാക്കി തീർക്കുക, പ്രവൃത്തി തോന്നുന്നവരാക്കി തീർക്കും. ഇവര് വലിയ ബുദ്ധിമാന്മാരായി തീരുക. രണ്ടുപേരും വലിയ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. പത്രോസ് ചോദിക്കുന്നുണ്ട്, മോനെ നീ വിറ്റ സമ്പത്ത് നിനക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ, നീ അതങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവിന് എതിരായി തീർന്നിരിക്കും. ഇവിടെ വസ്തു വിറ്റ് പൈസ കൊടുത്തില്ലെന്നുള്ളതല്ല, ഇവന്റെ പ്രവൃത്തി അവിടെ ആര് കയറുമെന്ന് നുണയനും പിതാവുമായ പിശാച് കയറുമെന്ന് പത്രോസിനോട് അവരോട് അപ്പസ്വരന്മാരോട് എന്ത് സംസാരിക്കുകയും പിശാച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? അവിടെ മറിഞ്ഞു വീണ് മരിക്കണോ വചനം ഇങ്ങനെ നിൽക്കുകയും ആ വചനം ഈ നുണയന്റെ പിതാവുമായ ഈ പിശാച് എന്ത് സംഭവിച്ചു? അവിടെ കയറി പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ ആർക്കും അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരിക. ദൈവത്തിന്റെ ഈ അവിശ്വസ്തതയ്ക്ക് ദൈവത്തിന്റെ വചനത്തോട് ചേർത്തേക്കാൻ സാധിക്കുമോ? ആദ്യം ആര് സംഭവിച്ചു? ഭർത്താവ് മരിക്കുക, അത് കഴിഞ്ഞ് ഭാര്യ വരുന്നുണ്ട്. ഭർത്താവ് മരിച്ചത് ഭാര്യ അറിയുന്നില്ല, അവനെ അവിടെയുള്ള ചെറുപ്പക്കാരടക്കാൻ കൊണ്ടുപോയി. വചനം 5-ാം അധ്യായം വ്യക്തമായിട്ട് അത് പറഞ്ഞു തരുക. അവിശ്വസ്തതയാണ്. പരിശുദ്ധാത്മാവ് പറയൂ, വചനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് നീ പാപം ചെയ്തത്. അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്താ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുസരിച്ചാണ് ഇവരെല്ലാവരും വിറ്റ സമ്പത്ത് കൊണ്ട് കർത്താവിന്റെ ആലയത്തിൽ കൊണ്ട് സമർപ്പിച്ച്. ഒരുവന് മാത്രം പിശാച് പ്രേരണ കൊടുത്തത് ഇത് സംഭവിച്ചു. ഈ സമ്പത്ത് കുറച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ അവിടെ അവിശ്വാസമാ. ഇവിടെ സമർപ്പിക്കപ്പെട്ടാൽ കർത്താവിന്റെ കൃപ ഇവിടെയുണ്ട്, അത് നിത്യജീവനാണ്, എന്നും നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ സുവിശേഷമാണ്. അവിടെ സത്വാർത്ഥ മാത്രമേ ഉള്ളൂ. അവിടെ ദുഃഖത്തിന്റെയോ അസമാധാനത്തിന്റെയോ സന്തോഷമില്ലായ്മയുടെ ഒരു വചനോട് നൽകുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും വചനമാണ് അവിടെ നൽകുന്നുള്ള ആ വലിയ വിശ്വാസം അവരിൽ നിന്ന് മാറിപ്പോവുകയും. അപ്പൊ അവരിൽ ഇത് കുറച്ച് അവർക്ക് വേണ്ടി അവര് കരുതിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മരണം വന്നവരെ ആ കരുതി വെച്ച് ഉപയോഗിക്കാൻ പറ്റിയോ? പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി കരുതുക. അവിടെ അവിശ്വസ്തത കടന്നു വരുന്നു. അവിടെ ആരെ പറയുന്നേ? യൂദാസിനോട് പറയുന്നുണ്ട്. പാപിനിയായ സ്ത്രീ മേൽത്തര സുഗന്ധദ്രവ്യം മേടിച്ചിട്ട് കർത്താവിന്റെ കാൽപാദങ്ങളിലൊക്കെ കഴുകിയ ശരീരം മുഴുവൻ അഭിഷേകം ചെയ്യുമ്പോൾ ഇതുമല്ല ദരിദ്രർക്ക് കൊടുത്തവർ എന്നാ പഴപ്പം. ഇത് പാവങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, സമ്പത്തിനോടുള്ള ആസക്തി. ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആരെ? യൂദാസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സമ്പത്തിനുള്ള ആസക്തി അത് തന്നിലൂടെ വന്ന് അത് കടന്നു പോകുമെന്നുള്ള ആ വലിയ ആഴമായ ആ ദ്രവ്യാസക്തി എന്തിലേക്കാണ്? അപകടത്തിലേക്ക് നയിക്കുകയും ഒരു വലിയ ദുരന്തത്തിലേക്ക് അത് നയിക്കുകയും. ഇവിടെ മനുഷ്യന്റെ ആസക്തികള് എങ്ങോട്ട് നയിക്കുന്നത്? ദുരന്തത്തിലേക്ക്, ദുരിതങ്ങളിലേക്ക് നയിക്കുന്നത്. അവനിൽ ആര് പ്രവർത്തിക്കണ്ടേ? പരിശുദ്ധാത്മാവ്, വ്യക്തവും സത്യവുമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഒരു വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കണം. ആര് വരും പ്രലോഭനമായിട്ട്? ഈ ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഈ അരൂപി അവിടെ കടന്നു വരികയും. സൗകര്യം സംഭവിച്ചേ, അവൾ ഈ പാപം ചെയ്തപ്പോൾ, ഈ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തപ്പോൾ അവിടെ വീണ് മരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെതിരായി നാം പാപം ചെയ്യുമ്പോൾ വലിയ ആത്മീയ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് തിരുലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ആത്മീയ മരണമാണ്. ഒരു സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുകയും. നമ്മൾ ആരോടോ മല്ലടിക്കുന്നത്? മാറ്റുമകനോടോ വ്യാരീസിനോടോ അച്ഛന്മാരോടോ ഒന്നുമല്ല മല്ലടി. ഞാൻ മല്ലടിക്കുന്നത് പരിശുദ്ധാത്മാവിനോടോ മല്ലടി. നമ്മൾ എതിരായിട്ട് പരിശുദ്ധാത്മാവിനെതിരാകുമോ? വചനത്തിനെതിരെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, ഇടവകയുടെ ഒരു വ്യക്തി എതിരാകുമ്പോൾ ആർക്കെതിരായിട്ട്? മാറ്റുന്നത് ഒരു പ്രശ്നമില്ല. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ ദൈവം എത്ര നാൾ കരുണ കാണിക്കുന്നു, അത്ര നാൾ ശുശ്രൂഷിക്കാൻ പറ്റുന്നു. ആർക്കെതിരാകുന്നേ? ദൈവത്തിന്. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് എതിരാകുമ്പോൾ അവൻ ക്രിസ്തുവിനെതിരായി തീരുകയും. ഇവിടെ ശുശ്രൂഷയ്ക്കെതിരാകുമ്പോൾ ആ ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിനെതിരായി തീരുകയും. ഓരോ ദേവാലയങ്ങൾക്കും ദൈവിക ശുശ്രൂഷകർക്കും എതിരായി നാം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിനെതിരായി തീരുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ കൂട്ടായ്മ ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇതിനോട് എങ്ങനെ സഹകരിക്കണം? പൂർണ്ണമായ ആത്മാർത്ഥമായ ഒരു സഹകരണം വേണം. പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ അപ്പസ്തലന്മാർ അവർ ഉത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും. എന്തിനു വേണ്ടിയാ? പത്രോസിലേക്ക് അഭിഷേകം ചെന്ന് പത്രോസ് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സമയം പത്രോസ് അവിടെ വിട്ട് പുറത്തിറങ്ങി വന്ന് ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തുകയും നമ്മൾ
ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരോടാ വിശ്വസ്തനായിരിക്കട്ടെ? ദൈവത്തോടും ദൈവവചനങ്ങളോടും പ്രമാണങ്ങളോടും വിശ്വസ്ത പാലിക്കുക. അവിടെ അവര് സമ്പത്ത് സമർപ്പിക്കാൻ എങ്ങനെയാ സംഭവിച്ചത്? അവര് അതുകൊണ്ട് വരാതിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. അവരാ പൈസ വിറ്റ് ഇങ്ങോട്ട് പോരാതെ അവരവരുടെ പാടന് പോയിരുന്നെങ്കിൽ അവരങ്ങ് പോകേണ്ടതായിരുന്നു. അതേസമയം ഇങ്ങോട്ട് വന്നേ അവര് കള്ളത്തരവും ചതിയും നുണയൊക്കെ ആയിട്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കുഴപ്പമായിരുന്നു. ഇപ്പൊ കർത്താവിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അവിടെ സത്യസന്ധമായിരിക്കണം. ഇവിടെ നമ്മളെ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചെയ്യാൻ അനുവദിച്ചില്ല. നമ്മളവിടെ എന്തായാലും കറക്റ്റ് ആയിരിക്കണം. അവിടെ ഒരു തിന്മയും നമ്മൾ ചെയ്യരുത്. ഒരു പാപത്തിന്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തി പോലും നമ്മൾ ചെയ്യരുത്. കരമൊന്നുയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ബന്ധങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിനൊന്ന് കണ്ട് തൊട്ട് അനുഭവിക്കണം. പരിശുദ്ധ കുർബാനയെ എനിക്ക് സ്വന്തമാക്കണം. ഇവിടെ നമ്മളോട് വരുമ്പോ ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാമോ? വിശുദ്ധ അൽഫോൻസാമ അനുഭവിച്ച ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം ഇവിടെയുണ്ട്, ഈ ആലയത്തിനുള്ളിലുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ വിശ്വാസത്തിന്റെ ആ വിശുദ്ധിയുടെ ആ വലിയ അഭിഷേകം കർത്താവിന്റെ ആലയത്തിലുണ്ട്. നമ്മളെ പോലെ ഒരുവനായി ഈ ആലയത്തിൽ സൃഷ്ടിച്ച ഈ ഇടവയില് ജന്മം നൽകി ഈ ആലയത്തിൽ കർത്താവിന്റെ സ്നാനത്തിലേക്ക് പരിശുദ്ധ കുദാശയിലേക്ക് കുർബാനയിലേക്ക് പ്രവേശിക്കപ്പെട്ട പരിപൂർണമായ വിശുദ്ധിയിൽ നിലനിന്ന ആ വിശുദ്ധിയുടെ അഭിഷേകം കർത്താവിന്റെ ആലയത്തിലുള്ള വിശ്വാസത്തിന്റെ അഭിഷേകം ദൈവത്തിന്റെ ആലയത്തിൽ. നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടിച്ചേരുമ്പോൾ ആരുടെ വിശ്വാസത്തിലേക്ക് ഇരുന്നേ? വിശുദ്ധി അൽഫോൻസ. ഈ വിശ്വാസം ആരുടെ വിശ്വാസമാ? തോമാസ് ശ്ലീഹായുടെ വിശ്വാസം. അതെവിടെ നിന്നുള്ള വിശ്വാസമാ? യേശു ക്രിസ്തുവിന്റെ പിതാവിനോടുള്ള വലിയ സ്നേഹം. എന്തുമാത്രം സ്നേഹിച്ചെന്ന് ഓർത്ത് നോക്കി. അല്ലെങ്കിൽ പറയുമോ തോമാസ് ശ്ലീഹ, അവൻ്റെ കൂടെ പോയി നമുക്ക് മരിക്കാം. ആ കുരിശു മരണത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ആഴമായ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടാണ് നാം ചേർന്നിരിക്കുന്നത്. പൗരസ്ത്യദേശനായ നമ്മുടെ കർത്താവ് ചേർത്ത് വെച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിലേക്കാണ്. പൗരസ്ത്യ വിശ്വാസത്തിലേക്ക്. കരമൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കണ്ട് എനിക്കൊന്ന് കാണണം. നിങ്ങൾ കണ്ടോ? പക്ഷെ എനിക്ക് കണ്ടാൽ മാത്രം പോരാ, അവരെ ഒന്ന് തൊടണം. അവന്റെ എവിടെ തൊടണം? അവന്റെ പാർശ്വത്തിലോ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ പൂർണ്ണതയായ തിരുഹൃദയത്തിലോ എനിക്കൊന്ന് സ്പർശിക്കണം. ആഴമായ വിശ്വാസമാണ്. അല്പവിശ്വാസിയുടെ വിശ്വാസമല്ല, വിശ്വാസ പൂർണ്ണതയുടെ വിശ്വാസം കർത്താവിടെ വെളിപ്പെടുത്തുക. അല്പവിശ്വാസി ആയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, വിശ്വാസിയായി തീരുവാൻ അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അല്പവിശ്വാസം കൊണ്ടോണ്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നീ വിശ്വാസത്തിന്റെ പൂർണ്ണതയായി തീരണം. എനിക്ക് പരിശുദ്ധ കുർബാനയുള്ള യേശുവിനെ തൊട്ട് അനുഭവിക്കണം. അവരെവിടെയുണ്ട്? അപ്പത്തിനുള്ളിലുണ്ട്. അവൻ കണ്ടതാ, അനുഭവിച്ചതാ. അവനോട് ചേർന്നേക്കുമ്പോ സകലത്തിന്റെ മേൽ അവൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഈ കുർബാന നമുക്ക് തരുന്നെന്താ? സകലത്തിന്റെ മേൽ അവൻ സ്വാതന്ത്ര്യം തരുക.
അവൻ നമ്മെ രക്ഷിക്കുകയും പാപത്തിന്റെ ശാപത്തിന്റെ പൈശാചികയുടെ അടിമത്തിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചുകൊണ്ട് രക്ഷകനായി നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിപൂർണമായിട്ടും നമ്മുടെ ശരീരത്തെ കർത്താവിനൊന്ന് വിട്ടുകൊടുത്ത് മനസ്സിനെ വിട്ടുകൊടുക്കേണ്ടത് ശിലാഹൃദയങ്ങളാണ്. മാംസമായ ഹൃദയമാക്കി നമ്മുടെ ഹൃദയങ്ങൾ ആരംഭത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച അങ്ങനെ ശിലാഹൃദയം, ആ ഹൃദയം ഒന്ന് മാറ്റി കർത്താവിൻ്റെ ഹൃദയം എനിക്ക് കിട്ടണം. അല്പവിശ്വാസമുള്ള ഹൃദയം, ആ ഹൃദയം മാറ്റി വിശ്വാസമുള്ള ഒരു ഹൃദയം എനിക്ക് തരണം. വിശുദ്ധ തോമാസ് ശ്രീഹായോട്, വിശുദ്ധ അൽഫോൻസാമയോട്, സകല വിശുദ്ധരോടും രക്തസാക്ഷികളോട് ചേർന്ന്, ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത മക്കളെ, കണ്ണുകൾ അടച്ച് കരമൊന്ന് കൂട്ടിപ്പിടിച്ച് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. വചനത്തോട് ചേർന്ന് നമുക്ക് മരിക്കാം. അവനോട് കൂടെ മരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, നമ്മുടെ മരണം ദൈവിക മരണമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവനോട് കൂടെ മരിക്കുമ്പോൾ വചനമായി ക്രിസ്തുവായി നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിൽ മരിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തോമാശ്ലീഹായുടെ ആ വലിയ വിശ്വാസം നമ്മളോട് പറയുന്നത്, അവനോട് കൂടെ പോയി നമുക്ക് മരിക്കാം. വചനത്തോട് ചേർന്ന് നമുക്കും അവനോട് കൂടെ മരിക്കാമെന്നുള്ള ആ വിശ്വാസത്തിന്റെ ആഴമാണ് സഭ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. കരമുയർത്തി ആ വിശ്വാസ സത്യത്തോട് ചേർന്നതുകൊണ്ട് ഭാരത സഭയുടെ, കേരള സഭയുടെ ആഴമായ വിശ്വാസത്തോട്, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തോട് ചേർന്നതുകൊണ്ട്, സഭാ പാരമ്പര്യത്തോട് ചേർന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ പാരമ്പര്യത്തോട്, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയോട്, അവരുടെ ബലിയോട് ചേർന്നതുകൊണ്ട്, കർത്താവിന്റെ ബലിയോട് ചേർന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്വരത്തിൽ പ്രാർത്ഥിച്ചേ, സ്വതന്ത്രമായി പ്രാർത്ഥിച്ചേ. അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. മാരക രോഗങ്ങളിൽ നിന്ന് ഈശോയെ വിടുതൽ നൽകുന്നുണ്ട്. മാരക രോഗങ്ങളിൽ നിന്ന് യേശു വിടുതൽ നൽകി ദൈവജനത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവിക്കുന്ന ദൈവജനമായ യേശു ക്രിസ്തു നമ്മെ അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കരമേന്തി യേശുവേ എന്ന് വിളിക്കാം. അഭിഷേകം വ്യാപരിക്കട്ടെ. സത്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാഴ്ചയെ കൊണ്ട് സമ്പത്തിനെ നമുക്ക് കരങ്ങളിലെടുക്കാം. കർത്താവിന്റെ ആണിപ്പെടുന്ന കരങ്ങളിലേക്ക് നമ്മുടെ സമ്പത്തിനെ സമർപ്പിക്കും. ദശാംശം കൊടുക്കുന്നതിൽ ലുപ്ത് കാട്ടരുത്, നിന്റെ മുഖം പാടരുത് എന്ന് പ്രഭാഷണങ്ങളിലൂടെ ദൈവം നമ്മോട് പറയുന്നു. ദശാംശം നിന്റെ കലവറയിലേക്ക് കൊണ്ടിന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ദശാംശം നിങ്ങൾ കൊടുക്കാതിരുന്നത് അവിശുദ്ധരാണ് എന്ന് വരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്ന് ദൈവം നമ്മോട് ചോദിക്കുക, എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ കർത്താവിന് അർപ്പിക്കാൻ വെച്ചിരിക്കുന്ന സമ്പത്ത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരെ കൊള്ളയടിക്കുക? കർത്താവിനെ കൊള്ളയടിക്കുക. നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ എന്നെ കൊള്ള ചെയ്തത് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. സ്വർഗീയ കവാടം തുറന്ന് അനുഗ്രഹം ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മോട് അരുളിച്ചെയ്യുക, വെട്ടുകളുടെ ഞാൻ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങൾ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായി തീരുമെന്ന് മലാഖ്യ പ്രവാചക ദിവസം 3-ാം അധ്യായത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിരിക്കുക. ദശാംശം ദൈവത്തിന്റെ കലവറയിലേക്ക് നമ്മൾ സമർപ്പിക്കുക, കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കുക. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള സമ്പത്താണ് മക്കളെ. കരമ ഉയർത്തി ആ സമ്പത്തിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്